ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡൻ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രിങ്കാണ്. ഇതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തേത്, ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട്, നമുക്ക് സാധാരണ ഉണ്ടാകുന്ന കോൾഡ് ആൻഡ് കഫിനൊക്കെ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ഹോം റെമഡി നമുക്ക് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്കും കൊടുക്കാൻ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു റെമഡി കൂടിയാണിത്. എന്നാൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ റെസിപ്പി കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആദ്യത്തെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഫുഡാണിത്. കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടേമറിക് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തന്നെയാണ്. അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു കർക്കുമിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ എന്ന് പറയുന്നത് വളരെയധികം കൂടുകയും നമുക്ക് ഇൻഫെക്ഷൻസും ഡിസീസസും ഒക്കെ വരുന്ന റിസ്ക് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് വളരെയധികം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡായിട്ട് ഇതിനെ പറയുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ധാരാളം ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡും കഫും ഒക്കെ വരുമ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്. നമുക്ക് പെട്ടെന്ന് റെസിപ്പി കാണാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആദ്യം അതിലേക്കായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പാല് വെറുതെ അങ്ങ് തിളപ്പിക്കുകയാണെങ്കിൽ പാൽ പാടയൊക്കെ അതിൻ്റെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡ്രിങ്കിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് അങ്ങ് മാറിപ്പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കലക്കി ഇതുപോലെ ഫ്രോത്തിയാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അതൊരു ഇഞ്ചിയാണ്. ആദ്യം ഞാൻ ഈ ഇഞ്ചി ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ചെറുതായിട്ട് ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുട്ടികൾക്ക് കൊടുക്കുമ്പം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇഞ്ചി കഷ്ണം എടുക്കേണ്ട കാര്യമില്ല. ഒരു വളരെ കുഞ്ഞ് പീസ് എടുത്താൽ മതിയാവും. കാരണം അതിനൊരു ചെറിയൊരു എരിവുണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവരത് കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ചെറിയ കുട്ടികൾക്കാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ വളരെ ചെറിയൊരു ജിഞ്ചറിൻ്റെ പീസ് എടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അഡൾട്ട്സിനാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ 1/2, അതായത് 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ചെയ്യുന്നത്, നമ്മൾ ഇട്ട ആ ഇഞ്ചി പീസ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങ് എടുത്ത് മാറ്റുകയാണ്. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ എസൻസ് ഒക്കെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കത് വേണ്ട. അപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പെപ്പറാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 1/8 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ എമൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പെപ്പർ ഇടുകയാണെങ്കിൽ അവർക്ക് എരിവ് കാരണം ചിലപ്പോൾ കുടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒട്ടും തന്നെ എരിവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് എമൗണ്ട് എടുത്താൽ മതിയാവും. പിന്നെ അഡൾട്ട്സിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിട്ടതിന് ശേഷം നമ്മൾ അധികം അങ്ങത് ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് ആറിച്ചെടുക്കണം. ആറിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു പാട ഫോം ചെയ്യും. അതിപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കപ്പിലേക്ക് മാറ്റുകയാണ്. മാറ്റിയ ശേഷം നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ്. അത് മറ്റൊന്നുമല്ല, ഹണിയാണ്. അപ്പോൾ ഹണി എന്ന് പറയുന്നത് ഒരിക്കലും
ചൂടായിട്ടിരിക്കുമ്പം ചേർക്കാനായിട്ട് പാടില്ല. ഒരു ലൂക്ക് വാം ടെമ്പറേച്ചറിൽ മാത്രമേ ഹണി ചേർക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കാം. ഞാനൊരു ഏതാണ്ട് 1 ടീസ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹണി ചേർക്കുമ്പോഴത്തേക്കും ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തേത് നല്ല മധുരം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുടിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ഷുഗറൊക്കെ അപേക്ഷിച്ച് ഹണിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മൾ കോൾഡ് ആൻഡ് കഫൊക്കെ വരുമ്പം ഹണി നമ്മൾ കഴിക്കാറുണ്ട്. അതിന് വളരെ നല്ല ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്കിൽ ഹണി തന്നെ ഉപയോഗിക്കുന്നത്. മിക്സ് ചെയ്ത ശേഷം ഈ ഒരു ലൂക്ക് വാം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് കുട്ടികൾക്കിത് കൊടുക്കാം. അഡൾട്ട്സിനാണെങ്കിലും ഇതേ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് കുടിക്കാം. വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണിത്. അപ്പോൾ നമ്മൾ റെസിപ്പി കണ്ടു, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഇനി നമുക്ക് കുട്ടികൾക്കിത് കൊടുക്കുമ്പോൾ എടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത്, എത്ര വയസ്സ് മുതലാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. 1 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിന് മുൻപ് ഒരിക്കലും ഇത് കൊടുക്കാനായിട്ട് പാടില്ല. മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൗ മിൽക്ക് 1 വയസ്സിന് ശേഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവരെ നമുക്ക് കൗ മിൽക്ക് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ ടർമറിക് മിൽക്ക് ഉണ്ടാക്കുന്നത് കൗ മിൽക്കിൽ മാത്രമാണ്. നമുക്കൊരിക്കലും അത് ഫോർമുല മിൽക്കിലോ ബ്രസ്റ്റ് മിൽക്കിലോ ഒന്നും കൊടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ തേങ്ങാപ്പാലിലും കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് 1 വയസ്സ് കഴിഞ്ഞ് കൗ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം കൗ മിൽക്ക് കുട്ടികൾക്ക് ഓക്കെ ആണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ കൊടുത്തു തുടങ്ങാം. പിന്നെ അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ചില കുട്ടികളുണ്ടാവും. അതായത് പാല് കഴിച്ചാൽ അലർജി വരുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു റെസിപ്പി കൊടുക്കണ്ട. അതിനു പകരം ഈ ടേമറിക് എന്ന് പറയുന്നത് മറ്റ് റെസിപ്പീസിലൂടെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ റൈസ് റെസിപ്പീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു റെസിപ്പിക്കകത്ത് നമ്മൾ ഈ ടേമറിക്കിൻ്റെ ഒരു യൂസും പറയുന്നുണ്ട്, അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ റെസിപ്പീസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അങ്ങനത്തെ റെസിപ്പീസിലൂടെ ഒക്കെ കുട്ടികൾക്ക് ടേമറിക്ക് കൊടുത്തു നോക്കുക. ഈ ഒരു റെസിപ്പി അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തത്, നമ്മൾ ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങുമ്പോൾ എപ്പോഴും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് 1 വയസ്സ് കഴിഞ്ഞ് ആദ്യമായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരു 2 ടേബിൾ സ്പൂൺസ് ഒക്കെ മാത്രം കൊടുത്താൽ മതിയാവും. അതിനുശേഷം കുട്ടികൾ വളരുന്നതനുസരിച്ച് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂട്ടാനായിട്ട് പറ്റും. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ കുട്ടികളാണ്, ഫ്ലൂ സീസണാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫ്ലൂ സീസണിലൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ജലദോഷവും പനിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ക്ലാസ്സിലെ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്കിതൊരു 1 in 2 weeks അല്ലെങ്കിൽ 1 in 3 weeks ഒക്കെ കൊടുത്താൽ മതിയാവും. നമ്മൾ ഈ 1 in 2 weeks അല്ലെങ്കിൽ 3 weeks കൊടുക്കുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ്, അതായത് ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ കുട്ടികൾക്ക് കോൾഡും കഫും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. ആ സമയത്ത് നമ്മളിത് കൊടുക്കുന്നത് ഇതിനേക്കായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ്. അതായത് ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്തത് കൊടുക്കുന്നത്. അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ടേമറിക്ക് ചൂസ് ചെയ്യുമ്പം നല്ല ക്വാളിറ്റി ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓർഗാനിക് ആണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേമറിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് ഉണക്കി പൊടിച്ചെടുക്കാം, അതും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.